നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോക്കുള്ളൂർ. ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങിന് നമ്മൾ എങ്ങനെ തടം തുറന്ന് വളം ചെയ്യാന്നുള്ള രീതിയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. മെയ് ജൂൺ കാലഘട്ടത്തിലാണ് തെങ്ങിന് ഒന്നാം വളം ചേർക്കുന്നത്. വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും തെങ്ങിന് അടിസ്ഥാന വളങ്ങളും രാസവളങ്ങളും കൊടുത്താൽ ഏറ്റവും നല്ല ഫലം കിട്ടും. മെയ് പകുതിയാകുമ്പോൾ, അതായത് ഒരു 15-ാം തീയതി ആകുമ്പോൾ മൂട്ടിൽ നിന്ന് ഏകദേശം ഓലത്തുമ്പിൽ ആ വെള്ളം എവിടെ വീഴുന്ന അവിടം വരെ ഏകദേശം ഒരു 5 മീറ്ററെങ്കിലും വിസ്താരത്തിൽ സർക്കിളാകൃതിയിൽ തടം തുറക്കുക. അതിനുശേഷം 1 കിലോ കുമ്മായ അല്ലെങ്കിൽ ഡോളോമേറ്റ് അല്ലെങ്കിൽ പച്ചക്കാക്ക ഏതെങ്കിലും മൂട്ടിൽ നിന്ന് 3 അടി മാറ്റി നല്ല രീതിയിൽ വിതറുക. വിതറിയതിന് ശേഷം മണ്ണുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെള്ളത്തിന് അംശമില്ലെങ്കിൽ ഇച്ചിരി വെള്ളം കോരി ഒഴിക്കുക. ഈ 15 ദിവസം മണ്ണ് നല്ലതുപോലെ ട്രീറ്റ് ആവും, പിന്നെ പുളിരസമൊക്കെ മാറിക്കിട്ടും. അതിനുശേഷം ജൂൺ 1 കാലവർഷമൊക്കെ പെയ്യുമ്പോൾ അതിനുശേഷം വളം ഇട്ട് കൊടുക്കുക. ഒരു മൂട്ടിൽ ഏകദേശം NPK കായ്ക്കുന്നത് എങ്ങനെയാണെങ്കിൽ പിന്നെ 1 കിലോ പൊട്ടാഷ്യം, 1/2 കിലോ യൂറിയും 1/2 കിലോ ഫാക്ടംബോസും മിക്സ് ചെയ്ത് അതിൻ്റെ ചുവട്ടിൽ 3 അടി അകലത്തിൽ വിതറി കൊടുക്കണം. തൈത്തെങ്ങാണെങ്കിൽ ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റി മതി. ഒപ്പം ഇതിൻ്റെ കൂടെ ജൈവവളങ്ങളും പിന്നെ കാലിവളങ്ങളായാലും മറ്റും പച്ചില വളങ്ങളായാലും കരിയിലയായാലും ഒരു ഏകദേശം 25 മുതൽ 50 കിലോ വരെ നമുക്ക് കൊടുക്കാം. ഒരു വാഴ വെട്ടി അതിൻ്റെ മാണം, അതിൻ്റെ പിണ്ടി എല്ലാം കൂടെ ഇട്ട് അരിഞ്ഞാൽ തന്നെ 25 കിലോ ഉണ്ട്. അതിട്ട് ചവിട്ടിയിൽ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തെങ്ങ് കായ്ക്കുകയും ചെയ്യും. പച്ചച്ചാണകം ഒരു കാരണവശാലും ഇതിൻ്റെ കൂടെ ഉണങ്ങിയ കാലിവളങ്ങൾ മാത്രം കൊടുക്കുക. അതിനുശേഷം 1/2 കിലോ വേപ്പിൻ പിണ്ണാക്ക് നനച്ച് കുതിർത്തിട്ടാൽ കൂടുതൽ അതിനകത്ത് കീടനാശിനികളൊന്നും വരത്തില്ല. ചെല്ലികളുടെ ആക്രമണവും കുറയും. വീടുകളിൽ ചാമ്പലുണ്ടെങ്കിൽ അതിന് പകരം പൊട്ടാഷ് കുറച്ച് കൊടുത്താലും മതി. വർഷത്തിൽ 2 പ്രാവശ്യം വളം ചെയ്യണം. ഒന്ന് മെയ് ജൂൺ കാലഘട്ടത്തിലും 2 ആഗസ്റ്റ് സെപ്റ്റംബർ കാലഘട്ടത്തിലുമാണ് വളങ്ങൾ സാധാരണ തെങ്ങിന് കൊടുക്കുന്നത്. അന്നേരം മഴച്ചാറ്റിലും മഴകൾ ഉള്ള സമയമാണ് ഈ സമയങ്ങളൊക്കെ. പിന്നെ കൂടെ ഈ ഓലയുടെ കവളിലൊക്കെ ഈ ചാമ്പലും ഉപ്പും വാരി ഇടാറുണ്ട്, ഈ ചെല്ലിയുടെ ആക്രമണം തടയാൻ വേണ്ടി. കൂടെ ആൾക്കാർ ചെക്ക് ചെയ്യും, ചെല്ലിയുടെ ബാധ വല്ലതും ഉണ്ടായോ, അങ്ങനെ ചെല്ലിക്കുത്ത് വല്ലതും ഉണ്ടായെന്നൊക്കെ. എപ്പോഴും തടങ്ങളെല്ലാം നീറ്റായിരിക്കണം. നീറ്റാകുമ്പോൾ ഈ ചെല്ലിയുടെ ആക്രമണം കഴിവതും കുറയും. വേപ്പിൻ പിണ്ണാക്ക് കുഴച്ച് കവളുകളിൽ വെച്ചാലും ചെല്ലിയുടെ ആക്രമണങ്ങൾ കുറയും. ഇപ്പോൾ കടയിൽ ഒരു തേങ്ങ വാങ്ങിക്കണമെങ്കിൽ 1 കിലോ തേങ്ങയ്ക്ക് ഏതാണ്ട് 90 രൂപ അടുത്താണ് നാടൻ തേങ്ങയ്ക്ക്. വെളിച്ചെണ്ണയോ 400 രൂപയാണ് ലിറ്ററിന്. തെങ്ങ് കൃഷി ആരംഭിക്കുക. വീഡിയോ കണ്ടതിൽ വളരെയധികം നന്ദി.